നബിയേ, അങ്ങയുടെ തിരുപാദത്തിന്റെ താഴെ എന്റെ തലയൊന്ന് ചേർത്തു വെക്കട്ടെ യാ റസൂലല്ലാഹ്. ഈ സ്വഹാബിയുടെ അവസാന ആഗ്രഹമെന്നോണം ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ അവിടുത്തെ കാൽപാദമുയർത്തുകയാണ്. സ്വഹാബി തലവലിച്ചു കാൽപാദത്തിനു മേലെ വെക്കുകയാണ്. വഫാറഖദ്ദുനിയാ, അതോടുകൂടെ ഈ ആഗ്രഹ സഫലീകരണത്തോടുകൂടെ ഈ സ്വഹാബി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു, ഷഹീദായി വഫാത്തായി പോയി. ആ സ്വഹാബി സന്തോഷത്തോടെ വഫാത്താവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളെങ്ങനെങ്കിലും ഓരം പറ്റണമെന്നാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ ആകത്തുക. അവര് ജീവിക്കുന്നത് ഹബീബിന്റെ പരിഗണന എങ്ങനെങ്കിലും കൈപ്പറ്റണം. സുബ്ഹാനല്ലാഹ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുന്ന ഒരു സ്വഹാബിയുടെ സംഭവം ഇമാമുമാർ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സ്വഹാബി ശരീരത്തിന് മുറിവേറ്റു രക്തം വാർന്നു തളർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരൊക്കെയാണ് വെട്ടേറ്റ് കിടക്കുന്നതെന്നറിയാൻ വേണ്ടി രണഭൂമിയിലൂടെ ഒന്നിറങ്ങി നോക്കിയപ്പോൾ വെട്ടേറ്റു ക്ഷീണിച്ചു കിടക്കുന്ന സ്വഹാബി ഹബീബായ തങ്ങൾ രണഭൂമിയിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ഈ സ്വഹാബി വിളിച്ചു പറയുന്നു, റഅ്സി അലാ റിജ്ലൈക്. നബിയേ, അങ്ങയുടെ തിരുപാദത്തിന്റെ താഴെ എന്റെ തലയൊന്ന് ചേർത്തു വെക്കട്ടെ യാ റസൂലല്ലാഹ്. ഈ സ്വഹാബിയുടെ അവസാന ആഗ്രഹമെന്നോണം ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ അവിടുത്തെ കാൽപാദമുയർത്തുകയാണ്. സ്വഹാബി തലവലിച്ചു കാൽപാദത്തിനു മേലെ വെക്കുകയാണ്. വഫാറഖദ്ദുനിയാ, അതോടുകൂടെ ഈ ആഗ്രഹ സഫലീകരണത്തോടുകൂടെ ഈ സ്വഹാബി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു, ഷഹീദായി വഫാത്തായി പോയി. ആ സ്വഹാബി സന്തോഷത്തോടെ വഫാത്താവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാൽപാദത്തോളം മഹത്വമുള്ളതൊന്നും ലോകത്ത് വേറെ ഇല്ലല്ലോ. ആ ഹബീബിന്റെ കാൽപാദത്തിന്റെ മഹത്വം എത്രയാണ്. സിദ്റത്തുൽ മുൻതഹയും വിട്ട് ബഹ്റുൻ നൂറിലെത്തിയപ്പോൾ ചെരുപ്പഴിക്കാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിനെ കാണാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പറഞ്ഞപ്പോൾ അല്ലാഹു ചെരുപ്പഴിക്കാൻ പറഞ്ഞു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ആ വർത്തമാനം പറഞ്ഞിട്ടില്ല. എല്ലാം സിദ്റത്തുൽ മുൻതഹയും ബഹ്റുൻ നൂറും വിട്ടുകടന്ന് അല്ലാഹുവിന്റെ ദാത്തു കണ്ടവരാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽപാദത്തോളം മഹത്വമുള്ളതൊന്നും ലോകത്തില്ല.